അംഗപരിമിതരുടെ വിശ്വ കായികമേളയായ പാരാലിമ്പിക്സിന്റെ ആദ്യ ദിനം ഇന്ത്യക്കായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് കൗമാരതാരം ശീതൾ ദേവി. വനിതകളുടെ അമ്പെയ്ത്തിൽ ലോക റെക്കോർഡുമായി ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഈ 17-കാരി. ലോകത്തിൽ ഇരു കൈകളുമില്ലാത്ത ഏക അമ്പെയ്ത്ത് താരം കൂടിയായ ശീതളിൻ്റെ കന്നി ഗെയിംസ് കൂടിയാണിത്. ആകെ ലഭിക്കേണ്ട 720 പോയിന്റിൽ 703 പോയിന്റ് സ്വന്തമാക്കിയാണ് അവർ ലോക റെക്കോർഡിട്ടത്. രാജ്യത്തിൻ്റെ മെഡൽ പ്രതീക്ഷകളിലൊന്നായ താരം റാങ്കിംഗ് റൗണ്ടിൽ രണ്ടാമതുമെത്തി. വനിതകളുടെ കോമ്പൗണ്ട് വിഭാഗം റാങ്കിംഗ് റൗണ്ടിലാണ് ശീതൾ വില്ല് കുലച്ചത്. ഇരു കൈകളും നഷ്ടമായ താരം കാലിലാണ് ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തത്. റാങ്കിംഗ് റൗണ്ടിൽ വെറുമൊരു പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ അവർക്ക് ഒന്നാം സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. തുർക്കിയുടെ ഒസ്നൂർ ക്യൂറെ ഗിർഡിയാണ് 704 പോയിന്റോടെ തലപ്പത്തെത്തിയത്. ശീതളിനൊപ്പം ഗിർഡിയും പുതിയ ലോക റെക്കോർഡാണ് കുറിച്ചത്. പാരാലിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ശീതൾ. ഇത്തവണ രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുന്ന ആദ്യത്തെ താരം താനായിരിക്കുമെന്ന് കന്നി ഗെയിംസിൽ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കൗമാരക്കാരി. കരിയറിലെ ബെസ്റ്റ് പ്രകടനം കൂടിയാണ് താരം കാഴ്ചവെച്ചത്. ലോകവേദിയിൽ ആദ്യമായി മത്സരിക്കാനിറങ്ങിയതിൻ്റെ സമ്മർദ്ദമൊന്നുമില്ലാതെ ശീതൾ കത്തിക്കയറുകയായിരുന്നു. കോമ്പൗണ്ട് വിഭാഗത്തിൽ നേരത്തെയുള്ള റെക്കോർഡ് 698 ആയിരുന്നു. ബ്രിട്ടൻ്റെ പാരാ അത്ലറ്റായ ഫോബെ പാറ്റേഴ്സൺ പൈനാണ് ഈ റെക്കോർഡിൻ്റെ അവകാശി. ഇതാണ് ശീതളും തുർക്കി താരവും തകർത്തിരിക്കുന്നത്. എന്നാൽ പാരാലിമ്പിക്സിൽ നേരത്തെയുള്ള ഓൾ ടൈം റെക്കോർഡ് 694 ആയിരുന്നു. കഴിഞ്ഞ ടോക്കിയോ ഗെയിംസിൽ ജെസിക്ക സ്ട്രെറ്റനാണ് ഈ റെക്കോർഡ് കുറിച്ചത്. ശീതൾ ഇനി എലിമിനേഷൻ റൗണ്ടിലാണ് രണ്ടാം സീഡായി മത്സരിക്കുക. ആദ്യ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തതിനാൽ അവർക്ക് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത ലഭിക്കും. ശനിയാഴ്ചയാണ് അവരുടെ അടുത്ത മത്സരം. ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ എന്നിവയും ഇതേ ദിവസം തന്നെയായിരിക്കും. ശീതളിനെ കൂടാതെ ഇന്ത്യയുടെ മറ്റൊരു താരം കൂടി അമ്പെയ്ത്തിൽ മത്സരിക്കാനിറങ്ങിയിരുന്നു. പക്ഷേ സരിത അദാനയ്ക്ക് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാനായത്. ആരാണ് ശീതൾ ദേവി? 2007 ജമ്മുവിലാണ് ശീതൾ ജനിച്ചത്. ഫോക്കോമേലിയ എന്ന അപൂർവ രോഗാവസ്ഥയാണ് അവർക്ക് ജന്മനാ തന്നെ ഇരു കൈകളും നഷ്ടമാവാൻ കാരണം. പക്ഷെ തൻ്റെ പരിമിതികളെ പോരാട്ട വീര്യം കൊണ്ട് ഈ കൊച്ചുമിടുക്കി മറികടക്കുകയായിരുന്നു. 2022 കാൽ കൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഉന്നം വയ്ക്കാവുന്ന ഉപകരണത്തെക്കുറിച്ച് ശീതളിൻ്റെ കോച്ചുമാരായ കുൽദീപ് വേദ്വാനും അഭിലാഷ ചൗധരിയും അറിഞ്ഞത്. നേരത്തെ അമേരിക്കൻ അമ്പെയ്ത്ത് താരമായ മാറ്റ് സ്റ്റുട്സ്മാൻ ഇതുപയോഗിച്ച് അമ്പെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് തൻ്റെ കഴിവ് ശീതൾ ആദ്യമായി പ്രകടിപ്പിച്ചത്. പിന്നീട് 2022 മാർച്ച് ഏപ്രിലിൽ ഹരിയാനയിൽ നടന്ന പാരാ ആർച്ചറി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ താരം മത്സരിച്ചിരുന്നു. കൂടാതെ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലും ശീതൾ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെയാണ് ശീതൾ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നാലെയാണ് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇരട്ട സ്വർണവും ഒരു വെള്ളിയും താരം സ്വന്തമാക്കിയത്. ഗെയിംസിൻ്റെ ഒരു എഡിഷനിൽ ഒന്നിലേറെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യത്തെ പാരാ അത്ലറ്റായും അവർ അന്ന് മാറിയിരുന്നു. കഴിഞ്ഞ വർഷം അർജുന അവാർഡും ശീതളിനെ തേടിയെത്തി.